പൂ എനിക്ക് വന്നൊരു 10-250 ഗ്രാമിനെ നട്ടിട്ടേ ഉള്ളൂ. അല്ല പ്രത്യേകം സംരക്ഷണം ഒന്നും കൊടുത്ത് നട്ടിരിക്കുന്നതല്ല. എൻ്റെ പേര് സുന്ദരൻ. നമ്മൾ കൊട്ടാരക്കര വല്ലം എന്നുള്ള സ്ഥലമാണിത്. ഇത് നമ്മൾ കൃഷിഭവനിൽ നിന്ന്, നെടുവത്തൂർ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയാണ്. തൈ കിട്ടിയതാണ്. നമ്മൾ ഓണത്തിൻ്റെ അത്തപ്പൂവിൻ്റെ ആവശ്യത്തിനായിട്ട് വിപണിയിൽ നിന്ന് കിട്ടിയ തൈയാണ്. അതാണ് കൊണ്ട് നട്ടിരിക്കുന്നത്. ഇപ്പം നല്ല ഭയങ്കര വിളവാണ്. ഒരു പൂവൊക്കെ കണ്ടില്ലേ? ഭയങ്കര വിളവെന്ന് പറഞ്ഞാലും പോരാ, അതിൻ്റെ വിളവ് ഭയങ്കര. ഒരു പൂ എനിക്ക് വന്നൊരു 10-250 ഗ്രാം, 200 ഗ്രാമിൽ പുറത്ത് കാണുമെന്ന് തോന്നും ഈ ഒരു പൂവ്. അത്ര വളരെ പൂവാണ്. നല്ല നമ്മളെ ഈ കൃഷിയിടം ആയതുകൊണ്ട്, ജൈവവളം നിറയെ ഉണ്ടായതുകൊണ്ടും പൂവ് ഭയങ്കര വിളവാണ് കിടക്കുന്നത്. ഭയങ്കര വിളവ്. ഇപ്പോൾ ഓണവിപണിയൊക്കെ പ്രതീക്ഷിച്ച് ചെയ്തിട്ടേക്കുക. ഇവിടെ മാത്രമല്ല, കൃഷിഭവൻ്റെ പരിധിയിൽ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് വിപണനമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിപണന സാധ്യതയാണ് വളരെ കുറവ്. ഈ ഓണം വരുന്നവരെ എന്നെ കാത്തു വെച്ചുകൊണ്ടിരിക്കണം. അത്തമാവണം ഇത് വിറ്റഴിക്കണമെങ്കിൽ. ആണ് 50 സെൻറ്റ് അകലത്തിലാണ് ഒരു തൈ വെച്ചേക്കുന്നത്. അകലം. അതിനകത്ത് നമ്മൾ ജൈവവളം നിറയിട്ടിട്ട് അതിനകത്താണ് ഇത് നട്ടിട്ടുള്ളത്. ഇത് പറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൂ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ, പിന്നെ ഉണ്ടാവത്തില്ല. ഈ കിടക്കുന്ന പൂ ഈ കിടക്കുന്നതെല്ലാം ഒരു ട്രിപ്പ് പിടിച്ചതങ്ങ് തീരുക. ഇപ്പം ഈ നിൽക്കുന്ന ശിഖരങ്ങളെല്ലാം മുട്ടിട്ട് അത് പിടിച്ചിതങ്ങ് കഴിയുക. ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഞങ്ങൾ ഈ പറയപ്പെടുന്ന ഒരു ശ്രദ്ധയില്ലാതെ ഞങ്ങൾ വെറുതെ നട്ട് നമ്മുടെ മറ്റേ പച്ചക്കറികളൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ അതേ രീതിയിൽ തന്നെ നട്ടിട്ടേ ഉള്ളൂ. അല്ല പ്രത്യേകം സംരക്ഷണം ഒന്നും കൊടുത്ത് നട്ടിരിക്കുന്നതല്ല. പ്രത്യേക സംരക്ഷണത്തിലൊന്നും ചെയ്തിട്ടേക്കുമല്ല ഇത്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നോക്കി അറിയാം. എല്ലാം ഇതിനകത്ത് എല്ലാം നമ്മുടെ എല്ലാ പറമ്പിലും വെള്ളത്തിൻ്റെ ട്രിപ്രിക്കേഷൻ ചെയ്തിട്ടേക്കുക. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. അല്ലാതെ ഇതെല്ലാം നമ്മൾ ജോലിക്കാരെ നിർത്തി ചെയ്യുന്നതല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ഓണം കഴിഞ്ഞ പിന്നെ ഇതിന് മാർക്കറ്റ് കുറവാണ്. ഞങ്ങളിത് കൊടുക്കാൻ വിപണനത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കടകളിൽ പോയി അന്വേഷിച്ചു. അന്നേരം അവർ പറയുന്നത് ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഈ പ്രാവശ്യം കച്ചവടം വളരെ മോശമാണ്, പൂവൊന്നും പോകുന്നില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ സീസണിൽ മാത്രമേ ചെയ്യത്തുള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരെ തന്നെ ആശ്രയിച്ചേ പറ്റൂ. നിങ്ങൾ എല്ലാ സമയവും ചെയ്തു തരാമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്ഥിരമായിട്ട് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് കടക്കാർ. എല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ആൾക്കാർ. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വെള്ളം വേണ്ട. നമ്മൾ മറ്റ് കൃഷികൾ ചെയ്യുന്നതോടെ ഇതിന് വെള്ളം വേണ്ട. ആവശ്യം കിളിച്ച് വരാനും വേണ്ടിയുള്ള വെള്ളം മതി. അല്ലാതെ സ്ഥിരമായിട്ട് ഇതിന് വെള്ളം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇവിടെ ആവശ്യം പോലെ എത്ര ചോദിച്ചാലും തരാനുള്ള പൂവ് നമ്മുടെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. നമ്മുടെ നമ്പറിലൂടെ പറഞ്ഞേക്കാം. അന്നേരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള എത്ര പൂ വേണമെങ്കിലും തരാം. നമുക്ക് ഇവിടെ മാത്രമല്ല, നമ്മുടെ കൃഷിഭവൻ്റെ പരിധിയിൽ ആവശ്യം പോലെ പൂവുണ്ട്. അതുകൊണ്ട് എത്ര കിലോ ചോദിച്ചാലും തരാനുണ്ട്.